വനിതകളുടെ റിസർവേഷൻ ഞങ്ങൾ അനുകൂലിക്കുന്നു. ആ വനിതാ റിസർവേഷൻ ഏറ്റവും ആദ്യം നടപ്പാക്കാൻ ശ്രമിച്ചതും കൊണ്ടുവന്നതും കോൺഗ്രസ് ഗവൺമെന്റാണ്. ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങി നരസിംഹറാവുവിന്റെ കാലത്ത് പൂർത്തീകരിച്ചു. അതുമാത്രമല്ല, സംസ്ഥാനത്ത് കേരളത്തിൽ അതിന് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വെച്ച് കേന്ദ്ര ഗവൺമെന്റാണ്. വനിതകൾക്കുള്ള റിസർവേഷനും അവരുടെ റെപ്രസന്റേഷനും കൂട്ടണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, വനിതകളെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തീരുമാനം അതിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലാണ്. ഇന്ന് വരെ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും വനിതകളെ കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 5ഓളം AICC പ്രസിഡന്റുമാർ ഉണ്ടായ രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതേക്കാൾ കൂടുതൽ വനിതാ പ്രാതിനിധ്യം വേണമെന്ന് അവകാശപ്പെട്ട UK പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ പോലും വനിതകൾക്ക് രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും പ്രാതിനിധ്യം കൊടുക്കുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്, കഴിഞ്ഞ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പോലും ആ തീരുമാനമെടുത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് തുടങ്ങിവെച്ച ഒരു ആശയമാണ് വനിതകൾക്ക് അവരുടെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരവും രാഷ്ട്രീയപരവും സാമൂഹ്യപരവുമായ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് ആശയത്തോട് ഞങ്ങൾ വിയോജിക്കുന്നു. ഇവിടെ BJP ചെയ്യുന്നത് ആ ആശയത്തോടല്ല. അവർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, പ്രധാനമന്ത്രി നടപ്പാക്കിയിരിക്കുന്ന മറ്റു ചില പദ്ധതികളെ പോലെ വനിതാ ബില്ല് കൊണ്ടുവേണം. അതെന്റെ ആശയത്തോടുള്ള വിയോജിപ്പാണ് കാണിക്കുന്നത്. ഉജാല, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടപ്പാക്കുന്ന PM's പ്രോഗ്രാം ഉണ്ട്. അത് ഒരു സോഷ്യൽ സർവീസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണപരമായ നടപടിക്ക് വേണ്ടിയിട്ടല്ല വനിതാ ബിൽ ഞങ്ങൾ പറയുന്നത്. വനിതാ ബിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം, ഇന്ത്യയിലെ സ്ത്രീകളെ രാഷ്ട്രീയത്തിന്റെ ഭരണരംഗത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ആശയമാണ് ഞങ്ങൾക്കുള്ളത്.